ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെറൈറ്റി റൈസിൻ്റെ സീരീസിൽ രണ്ടാമത്തെ ഡിഷാണ് ലെമൺ റൈസ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാനിനി അങ്ങോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. നമുക്ക് ഒരുപാട് ലോങ് ആയിട്ടുള്ള യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഡിഷ് നമുക്ക് എടുത്തിട്ട് പോവാം. അതുപോലെ തന്നെ സ്കൂളുകൾക്കും ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്കൊരു ലഞ്ച് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കടലെണ്ണയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. കടലെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയം നമ്മളിതിൽ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ കടലപ്പരിപ്പ്, നിലക്കടല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുക്കണ്ടേ, അതും കൂടെ നമുക്കൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണം. നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊന്നും പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ ഫ്ലെയിം വളരെ സ്ലോ ആക്കിയതിന് ശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം വറ്റിച്ചിട്ട് എടുക്കാം, അതല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ വേവിച്ച് വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കുന്ന പോലെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ലെമണാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അതിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ സമയം ഇരിക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഒരു കുറേ സമയം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതാണെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം ഇരിക്കും തോറും ഇതിന് പുളിപ്പ് കൂടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒന്നും കണക്ക് ഒരു മെഷർമെൻറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെ പുളിപ്പ് എത്രയാണ് അവർക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ലെമൺ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ചോട്ടെ. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യൂലേ, ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെ ലോങ് ആയിട്ട് പോകുന്നവർക്കൊക്കെ എടുത്തുകൊണ്ട് പോകാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെന്നെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.